close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll. ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓരോ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ സുനിലിയേട്ടനാണ് അടിപൊളിയായിട്ട് ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുന്ന ഒരു സീനാണ് നടക്കാൻ പോകുന്നത്. കുറേ പേരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, ഇവരൊക്കെ ആരാണ്, നിന്നെ മാത്രം എനിക്ക് പരിചയമുള്ളല്ലോ, അല്ലെങ്കിൽ ഇവരെ ഒന്നും കണ്ട് പരിചയമില്ല, ആരാണ് ഇവരൊക്കെ. അപ്പം ഇവരെല്ലാവരെയും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വ്ളോഗാണിന്ന്. ഇന്ന് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഒരു ജീവിതം ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വളരെ പഴയ കാലം തൊട്ട് ഇന്നത്തെ കാലം വരെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു പ്രവാസികൾ കുറച്ചും കൂടെ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഫാമിലി ഒന്നും ഇല്ലാതെയാണ് പ്രവാസികൾ കൂടുതലും പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ബന്ധുക്കളും എല്ലാം അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിലൊരു ആവശ്യങ്ങൾ വരട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, എന്ത് കാര്യത്തിലും നമ്മളുടെ ഫ്രണ്ട്സായിരിക്കും നമ്മളുടെ കൂടെ ഉള്ളത്. കാരണം നമ്മളുടെ ഫാമിലി പുറത്താണ്, എപ്പോഴും അവർ ഫോണിൽ കൂടെ നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഫ്രണ്ട്സായിരിക്കും. അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സാണ് ഇവിടെ നമ്മൾക്കിന്ന് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അടിപൊളി വ്ളോഗാണിത്. ചെങ്ങായിക്കോട്ടെന്നാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും കൂടെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റിയതും എൻജോയ് ചെയ്യാൻ പറ്റിയതും. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഓരോരുത്തരെയും പരിചയപ്പെടാം. ഇതിലൂടെ ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇപ്പോഴേ സമയം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതാ നമ്മളെ ചായക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയി കഴിഞ്ഞു. അതാ പപ്സ്, അടിപൊളി പപ്സ് റെഡി. ചെറുക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും പറയണം കേട്ടോ. ഓക്കെ, എന്നാ പിടിച്ചോ. കൈ ഒഴിയില്ല. ടിഷ്യൂ വേണമെങ്കിൽ ടിഷ്യൂ. ചൂടാ മാർത്തപ്പ പപ്സ് എങ്ങനെയുണ്ട്? സൂപ്പറാ? സൂപ്പർ തന്നെ. ഇഷ്ടപ്പെടാ? എങ്ങനെയുണ്ട് പപ്സ്? അടിപൊളിയാണോ? അന്നമ്മ പറയൂ, അന്നമ്മ പപ്സ് എങ്ങനെയുണ്ട്? സുൽഖമ്മ ആൻഡ് ലിനുമോൾ പപ്സ് എങ്ങനെയുണ്ട്? നീതുക്കുട്ടീസ് അഞ്ചാമത്തെ പപ്സ് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആമി എങ്ങനെയുണ്ട് പപ്സ്? ഇഷ്ടപ്പെട്ടാ? സൂപ്പറാ? സൂപ്പറാന്ന് കാണിക്കും. ആദി സൂപ്പർ. ഇവിടുത്തെ എന്റെ അമ്മേ Hi Sunte, how are you? Fine. Yeah. How is Ren? How are you? Super ആണോ ഇവിടെ?
ആണോ? പപ്സ് എങ്ങനെ ഉണ്ടടാ? പപ്സ് എങ്ങനെ ഉണ്ട്? അടിപൊളി. ഹായ് എൻ്റെ മോളെ, വ്ലോഗൊക്കെ നല്ലതായിട്ട് നടക്കുന്നോടാ? അടിപൊളി. ആശുക്കുട്ടാ ധാരയുടെ കണ്ണാടി ഇരിക്കുന്ന കയ്യില്. പിന്നെ പകുതി വരണ മുഖത്തിന്റെ പകുതി എല്ലാരും അപ്പുറത്തോട്ട് പെട്ടെന്ന് പോട്ടെ അപ്പുറത്ത് വരെ. ഫോൺ എടുത്താ മനു? നമ്മുടെ കടല് മക്കളെ എല്ലാരും വായിക്കാൻ ഹലോ, തുടങ്ങാം. ഒരു കൂക്കുവിളി ആയാലോ? എല്ലാവരും സെറ്റല്ലേ? നമുക്കൊരു പ്രയർ സോങ്ങോട് കൂടി തുടങ്ങുന്നതാണ്. ബൈ ആശിഷ്. ആഷൻ ആൻഡ് മീവൽ. കേൾക്കുന്ന ദൈവമേ, യാചന നൽകണമേ, തിരുമുൻപിൽ തൊഴുകയോടെ അടിയങ്ങൾ നിൽക്കും ഇതാ, തിരുമുൻപിൽ തൊഴുകയോടെ അടിയങ്ങൾ നിൽക്കും ഇതാ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, യാചന നൽകണമേ, തിരുമുൻപിൽ തൊഴുകയോടെ അടിയങ്ങൾ നിൽക്കുന്നിതാ, നെഞ്ചിൽ ബലികുവാൻ ഞാനെന്തു നന്മ ചെയ്തു, പ്രാർത്ഥന കേൾക്കണമേ, നിൻജീവൻ ബലികുവാൻ ഞാനെന്തു നന്മ ചെയ്തു, പ്രാർത്ഥന കേൾക്കണമേ, അറിവിൻ പൊരുളേ സ്നേഹാദരീ, പ്രാർത്ഥന കേൾക്കണമേ. A very good evening to one and all. Friendship, സൗഹൃദം,
നല്ല സൗഹൃദങ്ങളില്ലാത്ത നമ്മുടെ ജീവിതം വളരെ വിരസവും അർത്ഥശൂന്യവുമാണ്. ഈ സൗഹൃദം എന്നൊരു വാക്കിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ എനിക്ക് തോന്നുന്നു വീട്ടുകാരെക്കാളും കൂടുതൽ നമ്മൾ ഫ്രണ്ട്സിനെ ആയിരിക്കും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലവര് ഫ്രണ്ട്സ് ആയിരിക്കും അവരുടെ ലോകം, ചിലരെന്ന് പറയുന്നത് ഫ്രണ്ട്സിനെ കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം. ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സൗഹൃദം എന്നൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഇന്ന് ഈ ഈവനിങ്ങില് നമ്മളെല്ലാവരും ചെങ്ങാതി കൂട്ടം അല്ലെങ്കിൽ ചെങ്ങായി കൂട്ടം എന്ന് പറഞ്ഞ് കൂടിയിരിക്കുന്നത് അനീഷാന്റെ നീതുവിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കോർഡിനേഷൻ കൊണ്ടും ഒക്കെയാണ് നമ്മളിവിടുന്ന് ജസ്റ്റ് തുടങ്ങുകയാണ്. ഇന്ന് ഈ ഈവനിങ് ഇപ്പൊ തൊട്ട് നാളെ വൈകിട്ട് പോകുന്നിടം വരെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട, ജസ്റ്റ് എൻജോയ്. ഷൈജേട്ടൻ, ജീവ ചേച്ചി, എല്ലാവരും ഈ ചെങ്ങായി കൂട്ടത്തിലേക്ക് എന്റെ പേരിലും എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. എൻജോയ് ചെയ്യുക. കെട്ടിയോൻ എല്ലാം മാറ്റി നിർത്തുക. ഓരോ നിമിഷം നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊറോണ ടൈമിൽ നമ്മൾ നാട് കാണാതെ, വീട് കാണാതെ, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, എല്ലാം സങ്കടം, ടെൻഷൻ, സ്ട്രെസ്, ജോലി ഭാരം എല്ലാം ഉണ്ട് എല്ലാവർക്കും അറിയാം. സോ അതെല്ലാം ജസ്റ്റ് മറക്കുക. ഇന്നിപ്പം മുതൽ നാളെ പോകുന്നിടം വരെ ജസ്റ്റ് കൂൾ, ചിൽ, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ടീം ഇരിക്കാം. നമുക്ക് ഇന്ന് കുറേ ഗെയിംസ് ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. ആരെയും നോക്കണ്ട, ജസ്റ്റ് കണ്ണടക്കിയ ഡാൻസ് കളിക്കുക. അപ്പൊ ഇതിന് മുമ്പായിട്ട് നമ്മൾ ടീം തിരിക്കുകയാണ്. 1 to 1 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ടുണ്ട്. 18 പേർക്കും ഇട്ടിട്ടുണ്ട്. അഡൽസിന് മാത്രം കേട്ടോ, കുട്ടികൾക്കല്ല. അപ്പം അന്താക്ഷരി, ദംഷ്രാജ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ടീം തിരിക്കുകയാണ്. എല്ലാവർക്കും എടുക്കാം. 1 എന്ന നമ്പർ കിട്ടിയേക്കുന്ന എല്ലാവരും ഒരു ടീം, 2 എന്ന് കിട്ടിയേക്കുന്ന നമ്പർ എല്ലാവരും ഒരു ടീം. പിള്ളേരെ നമ്മളെടുത്തോളൂ. എല്ലാരും അല്ലേ ഇവിടെ? നമുക്ക് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടെ കൊടുക്കാം. എല്ലാവർക്കും എല്ലാവരും അറിയാതിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇപ്പം നീതു പറഞ്ഞതുപോലെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ ഒരു അർത്ഥവത്തായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സൗഹൃദം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. അപ്പം നമ്മൾ ആ പൂന്തോട്ടത്തിലെ നല്ല സുഗന്ധം പരത്തുന്ന നല്ല പുഷ്പങ്ങളായി മാറണം. അപ്പം സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളായി മാറിയാൽ അടുത്ത് നിൽക്കുന്നവർക്കും നമ്മുടെ സുഗന്ധം അവർക്കും അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഓരോ സുഹൃത്തുക്കളും നല്ല സുഗന്ധം പരത്തുന്ന സുഹൃത്തുക്കളെ പുഷ്പങ്ങളായി മാറാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഈ പണ്ട് കൊണ്ടൊരു പഴഞ്ചൊല്ലി നമ്മൾ കേൾക്കാറുണ്ട്. എപ്പോഴും പഴഞ്ചൊല്ലല്ല, ഒരു പഴയ ആൾക്കാർ പറയുന്നൊരു കാര്യം. ഞാൻ കുറച്ച് പഴയതാണ്, നിങ്ങളെക്കാട്ടിലൊക്കെ ഇന്ന് കൂട്ടിക്കൂടി. അപ്പം ഈ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന് പറയും. ഈ ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ പറയും നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ വഷളാക്കുന്നതെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ആ പറയുന്ന വ്യക്തിയും ഏതെങ്കിലും ഒരാളുടെ ഒരു ചെങ്ങാതിയായിരിക്കും. അപ്പം ഓരോരുത്തരും അവനവൻ നന്നായാലേ മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ കണ്ടോ അവന്റെ കൊള്ളരുതായ്മ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ഞാനും ആരുടെയെങ്കിലും ചങ്ങാതിയാണ്. അപ്പൊ വേറെ ആരെങ്കിലും നമ്മുടെ തെറ്റുകുറ്റങ്ങളും പറയും. അപ്പൊ ഓരോരുത്തരും അവരവരാൾ നന്മ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സുഗന്ധം പരത്തുന്ന നല്ല പുഷ്പങ്ങളായി മാറിയാൽ ഈ സൗഹൃദങ്ങൾ എന്നും നിലനിന്നു പോകും.
അപ്പം പല രീതിയിൽ, കാരണം ഇപ്പം നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ പല മേഖലകളിലൂടെ നമ്മൾ കടന്നു വന്നവരുമാണ്. നമ്മളിപ്പം LKG മുതൽ നമ്മുടെ കൂടെ പഠിച്ചവർ കാണും, അത് കഴിഞ്ഞ് കോളേജ് ലൈഫ്, അത് കഴിഞ്ഞ് എന്താ പറയുന്നത് നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ, ഇവിടെ എല്ലാം നമുക്ക് ചങ്ങാതിമാരുണ്ടാവും. പക്ഷെ കുറച്ചു പേരെ കാണത്തുള്ളൂ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കാനെ കൊണ്ടും അല്ലെങ്കിൽ കുറച്ചു പേരുമായിട്ടുള്ള റിലേഷനെ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മുടെ ചങ്ങാതിമാരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് പോകാനെ കൊണ്ട് നമുക്ക് ഓരോരുത്തരും കാണാം. വിള്ളലുകളും അല്ലാത്ത വെറുപ്പുകളും വിദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ പൊറുക്കാനെ കൊണ്ടുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സൗഹൃദവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതിന് നമുക്ക് ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു സൗഹൃദം, ചെങ്ങായിക്കൂട്ടം അതിന് ഇടയാകട്ടെ എന്ന് ആദ്യമേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ജീന, ഞാന്, അപ്പൊ ഓക്കെ, ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തണം, ഓരോരുത്തരെയും അങ്ങനെ പരിചയപ്പെടുത്താം. അപ്പൊ എന്റെ പേര് ഷൈജു. അപ്പൊ എന്റെ വീട് പത്തനാപുരം കടക്കാമൺ അംബേദ്കർ ഗ്രാമ സ്വദേശിയാണ് ഞാൻ. അപ്പം ഇവിടെ ഇപ്പം അഹമ്മദിയ എന്ന് പറയുന്ന കമ്പനിയിൽ സേഫ്റ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ബാക്കി ഇവര് പറയും. എന്റെ പേര് ജീന, അതെല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇങ്ങേരുടെ സ്ഥലം പത്തനാപുരം ആകുമ്പോൾ എന്റെ സ്ഥലം പത്തനാപുരം തന്നെയാണ്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അത്രയൊക്കെ തന്നെയുള്ളൂ. എഴുത്തുകാരി, അതിലുപരി ടിക്ടോക്കർ, എഴുത്തുകാരി, ടിക്ടോക്കർ, അതെല്ലാം പറയണം. 3 പിള്ളേരുടെ അമ്മ. 3 പിള്ളേരുടെ. എൻ്റെ പേര് ആഷിൻ. ഞാൻ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ. എൻ്റെ പേര് നീവൽ. ഞാൻ എൻ്റെ സ്കൂള് യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ. ഞാൻ 1st സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. എൻ്റെ പേര് അഷ്ബൽ. സുന്ദര കിസൻ രണ്ട് മണി ചേർന്നൊരു കിസൻ പൊട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി പശ കൂട്ടുകെട്ടി നീർപ്പുഴകൾ നീന്തല് രസം ചിരിയാലെ മൊഴിയാലെ പകലാൽ. ഞങ്ങൾ ശരിക്കും ഒരു പുതുമങ്ങളാണ് തോന്നുന്നു. എല്ലാവർക്കും ഞങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്ത് ഞങ്ങളൊരു പുതുമങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക ദിവസം കൂടിയാണ്. 12 വർഷമായി ഞങ്ങളുടെ വിവാഹം. എൻ്റെ പേര് സുനിൽ. എൻ്റെ വൈഫിൻ്റെ പേര് ലീന. ഞാൻ അടൂർ സ്വദേശിയാണ്, അടൂർ മണക്കാനാണ്. കുഞ്ഞുങ്ങൾ കെവിൻ, എവലിൻ, അവർ കാർബൺ സ്കൂളിൽ പഠിക്കുന്നു. 6th സ്റ്റാൻഡേർഡ്, 4th സ്റ്റാൻഡേർഡ്. ബാക്കി വൈഫാണ്. എൻ്റെ പേര് ലീന. ഞാൻ പത്തനാപുരം സ്വദേശിയാണ്. കല്യാണം കഴിപ്പിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ മുബാറക് അൽക്കബയിൽ ജോലി ചെയ്തു. എൻ്റെ ജോലി പറഞ്ഞില്ല. ഞാൻ വർക്ക് ചെയ്ത ആൾസോട് ഇൻസ്റ്റോൾ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ ഇൻസ്ട്രുമെൻറ്റേഷനായിട്ട്. എൻ്റെ പേര് കെവിൻ. ഞാൻ 6th സ്റ്റാൻഡേർഡിലെ കാർമൽ സ്കൂൾ പോയിട്ട് പഠിക്കും. എൻ്റെ പേര് എവലിൻ. ഞാൻ 4th സിയിലാണ് പഠിക്കുന്നത്. സ്കൂളിൻ്റെ പേര് കാർമൽ. എൻ്റെ പേര് സിജോ. ചെങ്ങന്നൂരാണ് വീട്. പൊതുവെ എല്ലാവരെയും അറിയാവുന്നതാണ്. പിന്നെ എനിക്ക് 2-3 ഫാമിലി അറിയില്ല, പുതിയതായിട്ട് പരിചയപ്പെടുവാണ്. ചെങ്ങായിക്കൂട്ടത്തിലേക്ക് ഒരു പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. ഇത് ഷാര്, എൻ്റെ വൈഫ്. ഞാൻ NPTCയിലാണ് വർക്ക് ചെയ്യുന്നത്, ലാൻഡ് സർവറായിട്ട്. പിന്നെ ചെങ്ങന്നൂരാണ് വീട്. ബാക്കി
എൻ്റെ പേര് ഷാരി. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. കെട്ടിച്ച് വീട്ടിൽ ചെങ്ങന്നൂര്. ഞാനിവിടെ യുണൈറ്റഡ് റോഡ്സ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും Hello everyone. എൻ്റെ പേര് അനീഷ്. ഞാനിവിടെ ഫഹലിൽ അൽബോത്ത് മാളിൽ ചെറിയൊരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. മിക്കവാറും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. തീർച്ചയായും ബിനിച്ചേട്ടൻ ഫാമിലി ആൻഡ് സുനിലേട്ടൻ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു അങ്ങോട്ട്. നിങ്ങളൊക്കെ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? വരുമ്പം വിളിക്കുക. എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നതായിരിക്കും. എൻ്റെ പേര് അനുപമ. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഞാൻ അമരിയിൽ വർക്ക് ചെയ്യുന്നു. അമരി ഹോസ്പിറ്റൽ പത്തനംതിട്ട പോന്നി തേക്കുളോട്. എന്റെ പേര് ആദിദേവ് അനീഷ്. ഞാൻ പഠിക്കുന്ന ന്യൂ ഇന്ത്യൻ സ്കൂളില് ഇപ്പൊ കാരണ സ്കൂളില് നാട്ടില് യൂപിയില് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനു പോൾ. ഞാൻ വർക്ക് ചെയ്യുന്ന അമരി ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവിടെ മങ്കാവ് ബ്ലോക്ക് 3 താമസിക്കുന്നു. നാട്ടില് പാലക്കാട് നെന്മാറ, രണ്ടുപേരുടെ സ്വദേശം അവിടെയാണ്. ഭാര്യയ്ക്ക് കൈവാണ്. ഞാൻ പറയുന്നത് മാറ്റി പറഞ്ഞു. പാലക്കാട് സ്വദേശി രണ്ടുപേരോടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു മതിലായിരുന്നു. അല്ല 3 വീട് അപ്പുറം, 3 വീട് അപ്പുറം, 3 വീട് അപ്പുറം ഉണ്ട്. 3 വീട് അവിടെ വേലിയായിരുന്നു. എൻ്റെ പേര് ലിനു. ഞാൻ ആധാര വർക്ക് ചെയ്യുന്നു. നെന്മാറാണ് സ്വദേശം. ഒരു മോള്, ഇപ്പം ഒരു മോനും കൂടെ വരാൻ പോകുന്നു. ജൂനിയർ ബിനു. ഹെയറിങ് പോരെ. ഹായ്, എൻ്റെ പേര് മനു. കേക്കാവോ? എൻ്റെ പേര് മനു. ഞാൻ ആലപ്പുഴയാണ് വീട്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അന്റെ അങ്ങോട്ട് ജീവിച്ചൊക്കെ പോകുന്നു. നാട്ടിലെ വലിയൊരു ബിസിനസ്മാൻ, കപ്പൽ മുതലാളി. ഫ്ലെമിംഗോ ബോട്ടിന്റെ ആലപ്പുഴ വിളിക്കണം. നമുക്ക് ആലപ്പുഴ ചെറിയ രീതിയിൽ 2 ബിസിനസ്. അതെ, ഹൗസ് ബോട്ടൊക്കെ വേണമെങ്കിൽ നമ്മളെ വിളിക്കാം. അതുപോലെ കൂടാനായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടാവും.
ആലുവയിലാണ്. അമേരി കാഷ്വാലിറ്റി വർക്ക് ചെയ്തു. പിൻചേട്ടൊക്കെ കൂടെ സ്ഥലത്ത് ഞാനൊക്കെ ഒരുമിച്ച. പിന്നെ എന്റെ പേര് സൽഫ. എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. ഞാനിവിടെ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അമരി. എന്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട തുമ്പമൺ. എന്റെ മുട്ടൊന്നും വരയ്ക്കുന്നില്ല. ഹസ്ബൻഡ് കുഞ്ഞുനാട്ടില്. ഹസ്ബൻഡിന്റെ പേര് മിഥുൽ, കുഞ്ഞിന്റെ പേര് ഇവാൻ. അവർ രണ്ടുപേരും നാട്ടിലാണ്. നീതുന്റെ നിഷയൊക്കെ കൂടാതെ ഞാൻ താമസിക്കുന്ന ഇവിടെ എല്ലാവരും എന്നെ അറിയാമല്ലോ. സഹൃദയരായ നാട്ടുകാരെ, സ്നേഹം വേണ്ടി നമ്മന്മാരെ, എന്റെ പ്രിയ കുട്ടികളെ, ഞങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. എന്റെ പേര് ബിപിൻ. എന്നെ വിളിക്കുന്നത് ജാനോ എന്നാണ്. എന്നിരുന്നാലും പേര് ഞാൻ തന്നെ മറന്നുപോയി. അതൊന്നും സാരമില്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് അഹമ്മദിയുടെ ഒരു പ്രോജക്റ്റില് സേഫ്റ്റി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെന്റെ ഭാര്യ. അതെ അതെ, സേഫ്റ്റി മാനേജേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. എനിക്ക് മുടിയുണ്ട്, എനിക്ക് മുടിയില്ല. ആ ഒരു ഇത് കാണുമായിരിക്കും, അറിയത്തില്ല. ഞാനിനി എന്റെ ഭാര്യയോട് കൈമാറുന്നു. അത് പറയായിരിക്കും, 24 മണിക്കൂർ കൂട്ടണം. എന്റെ പേര് ബിനു എന്നാ സ്റ്റീഫൻ എന്നാണ്. എല്ലാരും എന്നെ സ്നേഹത്തോടെ അന്നാന്ന് വിളിക്കും. ഞാൻ മാത്രമാണ് ആദ്യം വിളിച്ചു തുടങ്ങിയത്. അതും പറയണം, കാരണം കൂട്ടുകാരെല്ലാരും സ്നേഹത്തോടെ സ്കൂളിലോട്ട് അന്നാച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെയല്ല, എന്റെ വെഡിങ്ങിന് കൊച്ചിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അവിടുന്ന് ചോദ്യം മാറിപ്പോയി, പറയോ? പിന്നെ ഞാൻ കോട്ടയംകാരി അച്ചാച്ചിയാണ്. ഇവിടെ ഇഴവൂരാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നുണ്ട്. എനിക്ക് ഇത്ര അഭിമാനമില്ല. പിന്നെ ഞാന് ഡാറൻഷിപ്പിൽ ദിവസമായിട്ട് വർക്ക് ചെയ്യാണ്. അത്രയൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഇനി നമ്മുടെ നെടുത്തോട് അനീഷ് ബ്രോ ഓരോ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2015 തൊട്ട് ഇങ്ങനെ ആഗ്രഹം മത്സരം നടക്കുമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഒരു പരിപാടി നടത്തണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നില്ല. പക്ഷെ എന്തോ ലക്കിലി ഒരാളെ മീറ്റ് ചെയ്തു. അയാൾ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയി. പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് ഇങ്ങനൊരു സൗഹൃദ കൂട്ടായ്മ ഇവിടെ വന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക്. പിന്നെ എന്റെ പേര് അനീഷ്. എന്റെ ഒരു ചെറിയ ഫാമിലിയാണ് വിളിക്കുന്നത്. പത്തനംതിട്ട കോന്നി കൂടുതലായിരുന്നു, ഇപ്പൊ അഞ്ചനോട് മാറി. ഞാൻ നീതു മാത്യു. ഞാൻ ശരിക്ക് കണ്ണൂരുകാരിയാണ്. കെട്ടിച്ചു വിട്ടത് നിങ്ങൾ കൊല്ലത്തിന്. ഒരു കണക്കിന്. പിന്നെ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് സഭ പീഡിയാട്രിക് കേസ് ചെയ്തു. എൻ്റെ പേര് റയാൻ. ഞാൻ സ്റ്റഡി UKG ഗൾഫ് ഇന്ത്യൻ സ്കൂൾ. പേർക്കുട്ടി ഹലോ. ഞാൻ നീതു. കുറെ നേരമായിട്ട് നീതു എല്ലാരും പറയുന്നത്. ആരൊക്കെയോ പറയുന്നുണ്ട്. അതെ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് സഭ ഹോസ്പിറ്റലില് ഹമദ് അലീസ കിഡ്നി ട്രാൻസ്പ്ലാന്റിലാണ്. ICU വാർഡും കൂടെ. പിന്നെ നാട്ടിൽ കോട്ടയം. അത്രേ ഉള്ളൂ. ഗ്രൂപ്പ് 1 അല്ല ഒരു സൈഡിൽ കൂടുക, ഗ്രൂപ്പ് 2 അല്ല അടുത്ത സൈഡിൽ കൂടുക. ഗ്രൂപ്പ് 1 അല്ല ഈ സൈഡ്. 1 ഇവിടെ 1 ഹലോ ഒരു മിനിറ്റ്. ഗ്രൂപ്പ് 1 എല്ലാം ഈ സൈഡിൽ വർക്ക്, ഗ്രൂപ്പ് 2 എല്ലാം ഈ സൈഡിൽ വർക്ക്. ഞാൻ
ഹലോ 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 എത്ര പേര് വിളിക്കാണ്? 1 2 3 4 ഗ്രൂപ്പ് നമ്പർ 1 അനീഷ് അശോക് ശ്രീജ ബിനു മനു അന്ന ആൻഡ് നീതു ആൻഡ് മീ. യേ നമ്പർ 2 ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഗ്രൂപ്പിലെ ഗെയിം വരുമ്പോ ഇതുപോലെ വന്നിരിക്കുക കേട്ടോ.